ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ മനുഷ്യരും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഓരോ മനുഷ്യനെയും ദൈവം സൃഷ്ടിക്കുമ്പോൾ അവരെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട്. എന്നാൽ മനുഷ്യൻ്റെ പാപവും പിശാചിൻ്റെ സ്വാധീനവും പലപ്പോഴും മനുഷ്യൻ ആ ലക്ഷ്യത്തിലെത്തുന്നതിന് തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് നാം നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ പരിശ്രമിക്കുന്നവരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ രാവിലെ സമയത്ത് നമുക്ക് സഭാപ്രസംഗികളുടെ പുസ്തകം 4-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ ചിന്തിക്കാം. ദൈവത്തിൻ്റെ സൃഷ്ടി ആകുന്ന നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കുന്നു. ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കുവാൻ ആരും ഇല്ലായകൊണ്ട് അവനയ്യോ കഷ്ടം. 2 പേർ ഒന്നിച്ച് കിടന്നാൽ അവർക്ക് കുളിർ മാറും. ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ അവന് കുളിർ മാറും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്കും അവനോട് എതിർത്ത് നിൽക്കാം. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോവുകയില്ലല്ലോ. കൂട്ടായ്മയുടെ മഹത്വത്തെക്കുറിച്ചാണ് ശലോമോൻ ഇവിടെ വിവരിക്കുന്നത്. ഏകാന്തതയും ഒറ്റപ്പെടലും നാം ആരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്നത്, ഏകാന്ത ജീവിതം നയിക്കുന്നത്, അതിനെപ്പോലെ ദുരിതം മറ്റ് ഒന്നുമില്ല എന്ന് നാം മനസ്സിലാക്കണം. എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ധാരാളം മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർക്ക് ചുറ്റും വലിയ ആൾക്കൂട്ടമാണ്, പക്ഷേ അവർ ഒറ്റപ്പെട്ടു പോയവരാണ്. അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അല്ലാതെ മനഃപൂർവ്വമായി എനിക്ക് ആരുടെയും സഹായം വേണ്ട, ആരുടെയും കൂട്ടായ്മയും വേണ്ട, ആലോചനയും വേണ്ട എന്നുള്ള നിലയിൽ ജീവിക്കുന്നവരുണ്ട്. ഇത് തികച്ചും പൈശാചികമാണ്, മാനുഷികമാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ 2 നിലയിലുള്ള കൂട്ടായ്മ ദൈവം ആഗ്രഹിച്ചു. ഒന്ന്, ദൈവത്തോടുള്ള കൂട്ടായ്മ. ഏദൻ തോട്ടത്തിൽ വെയിലാറുമ്പോൾ എന്നും ദൈവം ഇറങ്ങി വരുമായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിച്ചിട്ടുണ്ട്. അത്രമാത്രം ദൈവത്തിന് ഇഷ്ടമായിരുന്നു മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ. എന്നാൽ ആ കൂട്ടായ്മയാണ് വാസ്തവത്തിൽ പാപം ചെയ്തതോടുകൂടി മനുഷ്യന് നഷ്ടപ്പെട്ടു പോയത്. 2ാമത്തെ കൂട്ടായ്മ എന്ന് പറയുന്നത് തമ്മിലുള്ള കൂട്ടായ്മ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനാണ് ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് അവന് തക്ക തുണയെ കൊടുത്തത്. അതായത് കുടുംബം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ഇടമായിരിക്കണം, പങ്കുവയ്ക്കലിൻ്റെ ഇടം ആയിരിക്കണം. ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരസ്പരം പങ്കുവയ്ക്കുവാൻ പറ്റുന്ന ഒരിടം ആയിട്ട് കുടുംബം തീരുന്നില്ലെങ്കിൽ അതിനെ കുടുംബമെന്ന് വിളിക്കുവാൻ പറ്റുകയില്ല. കുടുംബം ദൈവം പ്ലാൻ ചെയ്തപ്പോൾ ദൈവം ആഗ്രഹിച്ചത് പരസ്പരം തുറന്ന് സംസാരിക്കുക, പങ്കുവയ്ക്കുക, വേദനകൾ, ഭാരങ്ങൾ പരസ്പരം പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഈ ഒരു ഉദ്ദേശ്യം, അതിൻ്റെ പൂർത്തീകരണം കുടുംബത്തിലൂടെ സംഭവിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് കൂട്ടായ്മയാണ്. ഒറ്റപ്പെട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നത് ദൈവികമല്ല. കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നാൽ, നമ്മൾ വായിച്ച ദൈവവചനത്തിൽ ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്, അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ പ്രതിഫലം കിട്ടുന്നു. നാം തമ്മിൽ കൂട്ടായ്മയുള്ളവരായിട്ട് ജീവിച്ചാൽ, ഒന്നിച്ച് നിന്നാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഒന്നാമതായിട്ട് അവിടെ പറയുന്നു നല്ല പ്രതിഫലം കിട്ടുന്നു. 2ാമത് പറയുന്നു ഒരുവൻ വീണുപോയാൽ മറ്റവനെ അവൻ എഴുന്നേൽപ്പിക്കുന്നു, വീണുപോയവനെ അപരൻ എഴുന്നേൽപ്പിക്കുന്നു. 3ാമതായിട്ട് പറയുന്നു കുളിർ മാറുന്നു. 4ാമത് പറയുന്നു ശത്രുവിനെ വേഗത്തിൽ അവർക്ക് ജയിക്കാം. ഇത്രയും അനുഗ്രഹങ്ങൾ വാസ്തവത്തിൽ കൂട്ടായ്മയുടെ ഗുണങ്ങളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഏക മനസ്സോടെ നാം മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്കൊരു നല്ല പ്രതിഫലം ലഭിക്കും. ക്രിസ്ത്യ ജീവിതത്തിൽ വീണുപോയാൽ
കൂട്ടായ്മ ഉള്ളവരെ സംബന്ധിച്ച് വീണുപോയാൽ വീണവനെ മറ്റവൻ എഴുന്നേൽപ്പിക്കും. വാസ്തവത്തിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ദൈവം ക്രമീകരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത്. പാപത്തിൽ വീണുപോയാൽ, ഏതെങ്കിലും തിന്മയിൽ വീണുപോയാൽ യഥാർത്ഥ കൂട്ടുകെട്ടും കൂട്ടായ്മയും എന്നൊക്കെ പറയുന്നത് വീണവനെ ചവിട്ടി താഴ്ത്തി ഒരിക്കലും പൊങ്ങി വരാതെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുന്ന ഒരനുഭവമല്ല, മറിച്ച് വീണുപോയവന് സ്വയം എഴുന്നേൽക്കുവാൻ കഴിയാതെ വരുമ്പോൾ അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയാണ് കൂട്ടായ്മ. മൂന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു, അവനെ ആക്രമിച്ചാൽ അവിടെയാണ് കൂട്ടായ്മയുടെ മഹത്വം വെളിപ്പെടുന്നത്. പല വിധത്തിൽ ആക്രമിക്കപ്പെടുന്നവരാണ് മനുഷ്യർ. മാനസികമായി ആക്രമിക്കുന്നവരുണ്ട്, പൈശാചികമായ ആക്രമണങ്ങളുണ്ട്, ദുഷ്ടമനുഷ്യരുടെ ആക്രമണങ്ങളുണ്ട്. അങ്ങനെ ആക്രമിക്കുമ്പോൾ കൂട്ടായ്മയുടെ അനുഭവത്തിൽ കഴിയുന്നവരാണെങ്കിൽ അവിടെ പറയുന്നു, ഒരുത്തരെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്കും അവനോട് എതിർത്ത് നിൽക്കാം. ജയത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്ന കൂട്ടായ്മ നമുക്ക് സജീവമാക്കണം. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ മുന്നേറുമ്പോൾ തന്നെ സഹവിശ്വാസികളോടുള്ള, കുടുംബത്തിലുള്ളവരോടുള്ള ആ കൂട്ടായ്മയിൽ മുന്നേറണം. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിച്ചിരിക്കും. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. തമ്മിൽ പങ്കുവെച്ചും ഭാരങ്ങൾ ചുമന്നും പരസ്പരം സ്നേഹിച്ചും പ്രബോധിപ്പിച്ചും ജീവിക്കുന്ന ഒരു അനുഭവം വചനം കേൾക്കുന്ന എല്ലാവർക്കും അവിടുന്ന് നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.